ആലപ്പുഴ കുട്ടനാടാണ്. എൻ്റെ അന്ന് BSNL 3G എന്തായിരുന്നു. അപ്പോൾ ബഫറിങ് ആണ് യൂട്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ യൂട്യൂബ് കാണുന്ന പരിപാടി പോലും ഇല്ല. അപ്പം അങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു റൂട്ട് ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് രമേശ് ചേട്ടനോട് സ്നേഹം, ആ ഒരു ഫാൻ പരിപാടി ആയതെന്ന് പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ ഒരു അവാർഡ് ഷോ നടത്തുന്നു, അതിൽ ഇത്രയും സെലിബ്രിറ്റീസ് ഇരിക്കും. അതിനകത്ത് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടി അവരെല്ലാരും ഉണ്ടെങ്കിൽ പോലും പുള്ളി ആ വന്ന് ചെയ്യണ കുറച്ച് സമയം, പുള്ളി ആ സ്റ്റേജ് കയ്യിലെടുക്കണ പരിപാടി, അല്ലെങ്കിൽ ഇവരെല്ലാരും ചിരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് ഭയങ്കര, എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര എന്തോ ആ ഒരു സാധനം തലയ്ക്കകത്തുണ്ട്. പക്ഷെ അത് അങ്ങനെ എന്ന് വെച്ചാൽ അറിയത്തില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേജ് കിട്ടി അല്ലേ, ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോ ഇതാണ് എന്റെ വേദ മനസ്സിലായത്. ഇപ്പൊ ഞാൻ കിട്ടിയില്ല, തെണ്ടിപ്പോയല്ലേ. എനിക്ക് ഇപ്പൊ ചിന്തിക്കുക അറിയാതെ ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അതുകൊണ്ടാ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് പോയിന്റ് അതാ, നമ്മളിപ്പോ ഒരു 3 വർഷമായിട്ട് ഇതിങ്ങനെ നമ്മളെ ആൾക്കാര് ഇങ്ങനെ നമ്മൾ ആശ്ചര്യ ചിഹ്നമാണ് ആൾക്കാരുടെ മുന്നില്. ഇതാണോ ശരിക്കും സ്ഥിരം? ആൾക്കാർ ആദ്യം വന്നൊരു 2-3 എന്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കും എന്താ ജോലി എന്ന് ചോദിക്കും. അല്ല, എപ്പോഴും ചോദിക്കുന്ന ചോദിക്കണേല് തെറ്റൊന്നുമില്ല. വേറെ എവിടെയും കാണണല്ലോ നമ്മളെ. അതായത് ചാനലിൽ നമ്മൾ പരിപാടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അറിയില്ല, 2 ദിവസം നമ്മള് അടുപ്പിച്ച് ഷോ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ വേറെന്താ പണിയെന്ന് ചോദിക്കണേ.